മുദ്രകളുണ്ടോ? ഉണ്ട്, അതിന് യാതൊരു സംശയവും ഇല്ല. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പറയുന്നു, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത് പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മനസ്സിൽ ഉറപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അത് ഉറപ്പിച്ചാൽ മനുഷ്യൻ മുസ്ലിമായി. ഈ മുസ്ലിം ആയാൽ അവന്റെ രണ്ടാമത്തെ പണി എന്താ? അവന്റെ രണ്ടാമത്തെ പണി എന്താ? 5 വക്ത് നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരമാണ്. ഒരു മുസ്ലിമാണോ അവന്റെ മേലെ നിർബന്ധമാണ് 5 വക്ത് നിസ്കാരം. റമദാനിലേക്ക് മാത്രമുള്ള കാര്യമല്ല. 5 വക്ത് നിസ്കാരം അത് അവന്റെ മേലെ നിർബന്ധമായ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെയൊക്കെ പ്രായപൂർത്തിയായ ശേഷം ഞാൻ നിങ്ങളും എത്രയെത്ര നിസ്കാരങ്ങളെയാണ് കണ്ടുപിടിച്ചത്, എത്രയെത്ര ഇബാദത്തുകളെയാണ് മാറ്റിവെച്ചത്. സുബ്ഹാനല്ലാഹ്, ഈ വരുന്ന റമദാൻ അതിൽ നിന്ന് വലിയൊരു മാറ്റം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറാത്തുകൾ കൊണ്ട് അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയം നന്നാക്കാൻ, മനസ്സ് ശുദ്ധീകരിക്കാൻ, ഒരാളോട് വിദ്വേഷവും വൈരാഗ്യമോ പകയോ ഇല്ലാതെ ആയുസ്സായ കൽബുമായി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം കൊണ്ട് വിജയിച്ച, അഭിമായ തങ്ങളെ കൊണ്ട് വിജയിച്ച, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.